ഹലോ നമസ്കാരം, ഞാൻ അനുശ്രീ. നിങ്ങൾ കടലിനടിയിലൂടെ നടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ണൂർ പോലീസ് മൈതാനത്തിലേക്ക് വരും. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിനടിയിലൂടെ നടന്ന് കടലിന്റെ വർണ്ണവിസ്മയങ്ങൾ കാണാൻ ഒരു സുവർണാവസരം. കണ്ണൂർ സർവകലാശാല സെനറ്റിന്റെ നാമനിർദ്ദേശം RSS കോൺഗ്രസ് ഒത്തുകളിയുടെ തെളിവാണെന്ന് CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിലെ പ്രഗത്ഭരെ ഉൾപ്പെടുത്തി വൈസ് ചാൻസലർ നൽകിയ പട്ടികയിലെ 2 പേരെയൊഴികെ മറ്റുള്ളവരെ തള്ളി ചാൻസലർ നിയമനം നൽകിയവരിൽ 7 കോൺഗ്രസുകാരും 6 RSSകാരുമാണുള്ളത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ പ്രവർത്തിക്കുന്ന ഗവർണർക്ക് DCC ജനറൽ സെക്രട്ടറി, കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവ്, KSU നേതാവ് തുടങ്ങിയവരുടെ ലിസ്റ്റ് എങ്ങനെ ലഭിച്ചുവെന്ന് വ്യക്തമാക്കാൻ KPCC പ്രസിഡന്റ് K സുധാകരനും കോൺഗ്രസ് നേതാവും തയ്യാറാകണം. സർവകലാശാല നൽകിയ പാനൽ അട്ടിമറിച്ച് ചാൻസലർ നിർദ്ദേശിച്ചവരുടെ യോഗ്യത BJP കോൺഗ്രസ് ബന്ധം മാത്രമാണ്. മാധ്യമ മേഖലയിൽ നിന്ന് രാജ്യാന്തര പ്രശസ്തരായ ശശികുമാർ, വെങ്കടേഷ് രാമകൃഷ്ണൻ, കൃഷ്ണദാസ് എന്നിവരുടെ പേര് സർവകലാശാല നൽകിയപ്പോൾ അവരെ ഒഴിവാക്കി കണ്ണൂരിലെ ജന്മഭൂമി ലേഖകനെയാണ് ഉൾപ്പെടുത്തിയത്. അഭിഭാഷക വിഭാഗത്തിൽ DCC ജനറൽ സെക്രട്ടറി ER വിനോദ്, RSS നേതാവ് K കരുണാകരൻ നമ്പ്യാർ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയത്. ധ്യാൻചന്ദ് പുരസ്കാരം ഉൾപ്പെടെ നേടിയ രാജ്യാന്തര താരം KC ലേഖയെ സർവകലാശാല നിർദ്ദേശിച്ചപ്പോൾ മുൻ DCC ജനറൽ സെക്രട്ടറിയും നിലവിൽ DCC നിർവാഹക സമിതി അംഗവുമായ ബിജു ഉമ്മറിനെയാണ് ഗവർണർ നിർദ്ദേശിച്ചത്. പട്ടികയിൽ ഇടം പിടിച്ച കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും KK സുധാകരന്റെ ഉറ്റ അനുയായികളാണ്. പട്ടിക കൈമാറിയത് കോൺഗ്രസിലെ സംഘീയ നേതാവായ സുധാകരനാണെന്നാണ് വ്യക്തമാക്കുന്നത്. പട്ടിക കൈമാറിയില്ലെന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം സെനറ്റ് അംഗങ്ങളിലായി നിർദ്ദേശിക്കപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറുണ്ടോ എന്നും വ്യക്തമാക്കണം. കോൺഗ്രസോ കോൺഗ്രസ് അധ്യാപക സംഘടനയോ KSUവോ സെനറ്റ് നാമനിർദ്ദേശത്തെക്കുറിച്ച് പ്രതികരിക്കാത്തതും ഗവർണർ കോൺഗ്രസ് ബന്ധമാണ് വെളിപ്പെടുത്തുന്നത്. കേരളത്തിലെ സർവകലാശാലകളിൽ RSS അജണ്ട നടപ്പാക്കാൻ കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നതിൻ്റെ തെളിവാണിത്. തീർത്തും ദുരൂഹമായ ലിസ്റ്റിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും TV രാജേഷ് ആവശ്യപ്പെട്ടു. 6-7 RSSകാരും 7 കോൺഗ്രസ്സുകാരുമാണ് ഇതിനകത്ത് വന്നിട്ടുള്ള ആളുകൾ.